ഗുഡ് മോർണിംഗ്. ന്യൂസിലേക്ക് പ്രത്യേകിച്ച് ന്യൂസ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകുമെന്ന് കരുതുന്നു. എക്സാമ്പിൾസോ അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും വേണ്ടി വരില്ല പ്രാക്ടീസിങ് ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ. എങ്കിലും നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഒരുപക്ഷെ അത് ഒരു അക്കാഡമിക്കായിട്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിൻ്റെ വിളിക്കുന്ന ഒരുപക്ഷെ ജാർഗൺസോ അത് ഉപയോഗിക്കുന്ന പദങ്ങളോ അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. പ്രാക്ടീസിങ് ജേർണലിസ്റ്റുകളായി മാത്രം അല്ലെങ്കിൽ ഔപചാരികമായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പഠിച്ചിട്ടില്ലാത്തവർക്ക് ചില പരിചിതമല്ലാത്ത ചില പ്രയോഗങ്ങളും ജാർഗൺസും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സാമ്പിൾസ് എവിടെയെങ്കിലും വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ 2 വീഡിയോ ഈ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി ചെയ്ത 2 വീഡിയോ ഉണ്ട്, യൂട്യൂബ് ലിങ്കിലുണ്ട്. അത് അയച്ചു തരാം. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആ രീതിയിലേക്ക് എന്തായാലും പോകുന്നില്ല. അപ്പോൾ വളരെ ന്യൂസ് ഡെഫിനിഷൻസ് ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. പക്ഷെ വളരെ ഒരു ഹയർ സെക്കൻഡറി തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല പരീക്ഷയ്ക്ക്. എങ്കിലും അത്തരം ആ ഒരു ബേസ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. കഴിഞ്ഞ തവണയും നമ്മൾ പലരോടും പറഞ്ഞിരുന്നു ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം നോക്കാനായിട്ട് ഈ ഒരു ചാപ്റ്ററുകളിൽ. കാരണം വളരെ സിമിലർ ആയിട്ട് അതിൻ്റെ എന്താണ് ആ ഒരു സിലബസ് നോക്കി കഴിഞ്ഞാൽ വളരെ സിമിലറാണ്. അപ്പോൾ അത് എൻ്റെ ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ബേസ് പ്രത്യേകിച്ച് ബേസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ടച്ച് വിട്ടു പോയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അതൊരു റെഡി റെക്കണറായിട്ട് നമുക്ക് ആ ഹയർ സെക്കൻഡറി പാഠപുസ്തകം ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ 2 വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ന്യൂസ് എന്നുള്ളതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് കിട്ടും. നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ട് ഡെഫിനിഷൻ മുതൽ ന്യൂസ് ഈസ് എന്താണ് സംതിങ് ന്യൂ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷൻ. ഞാൻ അഡ്വാൻസ്ഡ് പലതരത്തിൽ എന്താണ് ന്യൂസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ അന്വേഷിച്ച് പോകുന്നതാണ് വാർത്ത, ബാക്കിയെല്ലാം പബ്ലിസിറ്റിയാണ് എന്ന തരത്തിലുള്ള ആ ഒരു പല രീതിയിൽ ഡെഫിനിഷൻസ് നമുക്കറിയാം. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത ന്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈംലിനെസ്, ഏറ്റവും പുതിയത് എന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിൻ്റെ പ്രാധാന്യം, നമ്മൾ ഗൗരവമേറിയ സൊസൈറ്റിക്ക് പ്രാധാന്യമുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വാർത്ത എന്നൊരു വീക്ഷണമാണ് പൊതുവിലുള്ളത്. ദെൻ ഓഡിയൻസിന് ഇത് പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ വായനക്കാരന് അല്ലെങ്കിൽ കാഴ്ചക്കാരന് ഇത് പ്രാധാന്യമുള്ളതാണോ, അയാളുടെ പ്രദേശം, അയാളുടെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന സമൂഹം, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയേണ്ടതാണോ, ആ വ്യക്തി അറിയേണ്ടതാണോ എന്നുള്ളത് റിലവൻ്റാണ്. അപ്പോൾ ഇതാണ് ജനറൽ ഡെഫിനേഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഡെഫിനേഷനിലേക്കൊന്നും പോകുന്നില്ല. ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട 6 എലമെന്റ്സ് നമുക്ക് പരിചിതമായ പ്രയോഗമാണ് 5 Ws and 1 H. 5 Ws, who, what, when, where, why, and 1 H എന്ന് പറഞ്ഞാൽ ഹൗ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു വാർത്ത ചെയ്യുമ്പോഴും അതിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ആരാണ്, ആർക്ക് എന്ത് സംഭവിച്ചെന്നോ, ഏത് വ്യക്തിക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനോ, ഏത് തരം ആൾക്കാർക്കാണോ, ഹൂ എന്നുള്ള എലമെന്റ്, ആർക്ക് സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എപ്പോൾ സംഭവിച്ചു, വാട്ട്, എന്താണ് സംഭവിച്ചത്, വാട്ട്, എപ്പോൾ സംഭവിച്ചു, വെൻ, അതെവിടെയാണ് സംഭവിച്ചത്, വേർ, പിന്നെ അതിൻ്റെ കാരണം എന്താണ്, അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ, ദെൻ അത് എങ്ങനെ സംഭവിച്ചു, ഹൗ എന്നുള്ള ഫാക്ടർ. അപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ഇല്ലെങ്കിലും ഏതാണ്ട് ഇതെല്ലാം പല രീതിയിൽ ഈ വാർത്തയിൽ നമ്മൾ കടന്നു വരും. ഒരു സംഭവം എന്തൊരു റൊട്ടീൻ വാർത്തകളൊക്കെ എടുത്ത് നോക്കൂ, ഈ 6 കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ അന്വേഷിക്കുക. നമ്മളിപ്പോൾ ഒരു സോഴ്സിനെ വിളിച്ച് അന്വേഷിക്കുമ്പോഴും ഈ 6 കാര്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുക. എന്താണ് സംഭവിച്ചത്, സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്, അവിടെ ചോദിക്കുന്ന നമ്മൾ ഈ കാര്യങ്ങളായിരിക്കും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലേ? വാർത്തയുടെ കോറായിട്ട് വരുന്ന 6 എലമെന്റ്സ് എന്നർത്ഥത്തിലാണ് ഈ 5 Ws and 1 H വരുന്നത്. ന്യൂസ് വാല്യൂസും ചിലർ ന്യൂസ്
ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോറി പല രീതിയിൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി ന്യൂസ് വാല്യൂസ് എന്ന് തന്നെ പറയണമെന്നില്ല. ന്യൂസിനെ ന്യൂസ് ആക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വാർത്ത അത് ഒരു എഡിറ്ററുടെ ഭാഗത്ത് നിന്നിരിക്കുകയാണെങ്കിൽ ഈ വാർത്ത പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ, റിപ്പോർട്ടിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇതൊരു ന്യൂസ് വാല്യൂ ഉള്ള വാർത്തയാണോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന, എന്ന് പരിശോധിക്കുന്ന ഘടകങ്ങളെയാണ് ന്യൂസ് വാല്യൂസ് എന്ന് പറയാറ്. അതിലൊന്ന് ടൈംലിനെസ് ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ, നിലവിൽ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ, ഈ ഒരു വിഷയത്തിന് ഒരു കാലികമായിട്ടുള്ള പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോഴും ഏറ്റവും പുതിയ വാർത്തകൾ, ഏറ്റവും ഇപ്പോൾ റെലവൻ്റ് ആയി നിൽക്കുന്ന വാർത്തകളുടെ പിന്നാലെയാണ് നമ്മൾ പോവുക. നോവൽറ്റി, പുതുമയുണ്ടോ എന്നുള്ളത് ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന, നോർമൽസിയിൽ നിന്ന് വ്യതിചലിക്കുന്ന, സാധാരണ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലാണ്. അപ്പോൾ പുതുമ അല്ലെങ്കിൽ പുതുതായി നടക്കുന്നത് ഒക്കെയാണ് വാർത്തയാകുക. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അത് നമ്മളെപ്പോഴും മനോരമ്യ കഥകൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന വാർത്തകൾ അത് നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്, കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രോക്സിമിറ്റി, വായനക്കാരന് ജോഗ്രഫിക്കലി അല്ലെങ്കിൽ കൾച്ചറലി അല്ലെങ്കിൽ ഏതും തരത്തിൽ വായനക്കാരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അത് പ്രാദേശിക ജോഗ്രഫിക്കലി തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ മറ്റൊരു രാജ്യത്ത് നടക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുന്നുണ്ടാവും. അതേസമയം തന്നെ ഒരു മലയാളിക്ക് ലോകത്ത് എവിടെ സംഭവിച്ചാലും നമ്മളത് കാര്യമായി കൊടുക്കും. അത് കൾച്ചറലി കണക്റ്റഡ് ആണ്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കണക്ഷനുള്ള, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു സാമീപ്യം ഉള്ള വാർത്തകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകും. ഇമ്പാക്റ്റ് മറ്റൊന്നാണ്, അത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു കോച്ചിങ് ക്ലാസ് തന്നെ നോക്കുക, അതിന് ഇമ്പാക്റ്റ് കുറവുകളാണ്, കുറച്ച് പേര് എഴുതുന്ന പരീക്ഷയാണ്. താരതമ്യേന ഒരു LD ക്ലാർക്കിൻ്റെയോ അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷ വളരെ അധികം ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷയാണെങ്കിൽ താരതമ്യേന കുറച്ച് പേരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ ഒരു മാർക്കറ്റ് വാല്യൂ ഇതിൻ്റെ കോച്ചിങ്ങിനോ മറ്റോ ഇല്ലാത്തത്. ഒരു വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും, ഈ കോച്ചിങ് സെൻറ്റേഴ്സ് ഒന്നും കോച്ചിങ് നടത്താത്തത് ഇമ്പാക്റ്റ് കുറവാണ്ടാണ് അല്ലേ. ഞാനത് ജസ്റ്റ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്തയുടെ കാര്യത്തിൽ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. കുറച്ച് ആൾക്കാർക്ക് മാത്രം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് താരതമ്യേന റിപ്പോർട്ട് ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ അതൊരു ചെറിയ വാർത്തയായി മാത്രം ഒതുങ്ങുകയോ ചെയ്യും. പ്രോമിനൻസ്, പ്രശസ്തരായ ആൾക്കാർ, പ്രശസ്തരായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ വാഷിങ്ടൺ DC നടക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരു രാജ്യത്ത്, ഒരു അഡിസ് അബാബ എന്ന രാജ്യത്തെ വിഷയങ്ങൾ, അവിടുത്തെ ഇലക്ഷനോ അത്തരം കാര്യങ്ങളൊക്കെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്. പക്ഷേ അത് വാഷിങ്ടൺ DC കിട്ടുന്ന ഒരു പ്രോമിനൻസ്, അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്ക് കിട്ടുന്ന പ്രോമിനൻസ് ആ ഒരു പ്രദേശത്ത് കിട്ടണമെന്നില്ല. പ്രോമിനൻ്റ് ആളുകൾ, പ്രോമിനൻ്റ് സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനൊക്കെ കൂടുതൽ അവിടുത്തെ വാർത്തകൾ, അവിടെ അതുമായി ആ സ്ഥലങ്ങളുമായോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്ക് കാര്യമായി വലിയ പ്രാധാന്യം ലഭിക്കും. കോൺഫ്ലിക്റ്റ് എപ്പോഴും വാർത്തയാണ്. തർക്കങ്ങൾ, തല്ല്, വഴക്ക്, സമരങ്ങൾ, സംഘടനകൾ, യുദ്ധങ്ങൾ ഒക്കെ വാർത്തയാണ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ന്യൂസ് വാല്യൂസ്. ഇത് പല സ്കോളേഴ്സ് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പല ന്യൂസ് വാല്യൂസ്, ഇപ്പോൾ സെക്സ് ഒരു ന്യൂസ് വാല്യൂ ആണ്, മണി, പണം ന്യൂസ് വാല്യൂ ഉള്ള എലമെന്റ് ആണ്. അങ്ങനെ കുറേ അധികം മറ്റ് ന്യൂസ് വാല്യൂസും പലരും പറയാറുണ്ട്. ഓക്കെ, ബിസാറായിട്ടുള്ള, അതായത് ബിസാർ എന്ന് പറയുമ്പോൾ അരോചകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ ഭയപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, നമ്മൾ നോവൽറ്റിയുടെ കൂടെ പറയുന്നത് നോവൽറ്റി പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു അപകടം നടന്നു കരുതാം. ആ അപകടം വളരെ ബിസാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് കേസ്, പലപ്പോഴും സൂയിസൈഡ് കേസുകൾ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യാറ് പോലുമില്ല. അത് എപ്പോഴൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ബിസാർനെസ് കൂടുമ്പോൾ, അത്
എത്രത്തോളം ആളുകൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്ര ക്രൂരമായി അല്ലെങ്കിൽ എത്ര അരോചകമാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? അതാണ് ബിസാർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേ ന്യൂസ് വാല്യൂസ് ആളുകൾ പറയാറുണ്ട്. പല സ്കോളേഴ്സും പല രീതിയിൽ പുസ്തകങ്ങളിൽ കാണാം. ഞാൻ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് സോഴ്സസ് സംശയങ്ങളൊന്നുമില്ല. പ്രൈമറി സോഴ്സ് നമ്മൾ പറയുന്ന ഐ വിറ്റ്നസ്, നേരിട്ട് നമ്മൾ ആ സംഭവം കണ്ട ആളോട് സംസാരിക്കുന്നതുള്ളതാണ്. അത് ഇന്റർവ്യൂസ് നടത്താം. നമുക്ക് സബ്ജക്ട് എക്സ്പേർട്സിനോടോ അല്ലെങ്കിൽ ആ വിഷയം കണ്ട ആൾക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ സോഴ്സാണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും പ്രൈമറി സോഴ്സായിട്ട് കണക്കാക്കാം. ഇപ്പോൾ FIR മുതൽ കോർട്ടിലെ കേസ് ഡയറി, ഇത്തരം സാധനങ്ങൾ, ഗവൺമെന്റ് റിപ്പോർട്ട്സ്, ഗവൺമെന്റ് ഓർഡറുകൾ, നിയമസഭയിലെ ബില്ലുകൾ, അത്തരം സാധനങ്ങളൊക്കെ പ്രൈമറി സോഴ്സാണ്. പത്രക്കുറിപ്പുകളും ഒഫീഷ്യൽ പത്രക്കുറിപ്പുകൾ, സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളോ ഒക്കെ തരുന്ന പ്രസ് റിലീസൊക്കെ പ്രൈമറി സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പ്രൈമറി സോഴ്സാണ് ഏറ്റവും ഒതന്റിക് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് പ്രൈമറി സോഴ്സ് കിട്ടാത്തപ്പോഴാണ് നമ്മൾ സെക്കൻഡറി സോഴ്സിന് റിലേ ചെയ്യാറുള്ളത്. സെക്കൻഡറി സോഴ്സ് പ്രൈമറി സോഴ്സ് കിട്ടാതെ മാത്രമല്ല, പ്രൈമറി സോഴ്സിന് അഡീഷൻ ആയിട്ടും അത് സപ്ലിമെന്റ് ചെയ്യാനായിട്ടൊക്കെ ആണ് സെക്കൻഡറി സോഴ്സ് ഉപയോഗിക്കേണ്ടി വരിക. പൂർണ്ണമായി സെക്കൻഡറി സോഴ്സിന് റിലേ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ടുള്ള വാർത്തകളും ഒരുപക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരാം. പ്രത്യേകിച്ച് ഫീച്ചർ ലേഖനങ്ങളിലൊക്കെ പലപ്പോഴും അത്തരത്തിൽ സെക്കൻഡറി സോഴ്സുകൾ അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കൽ ആർട്ടിക്കിളിലൊക്കെ സെക്കൻഡറി സോഴ്സുകളെയൊക്കെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആർക്കൈവ്സ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ സെക്കൻഡറി സോഴ്സാണ്. ആർക്കൈവ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ നമ്മുടെ പത്ര ഓഫീസുകളിലൊക്കെ ആർക്കൈവ് ഉണ്ട്, പഴയ പത്രങ്ങളുടെയൊക്കെ ആർക്കൈവ്, അല്ലേ? അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള പഴയ വസ്തുക്കൾ, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൈവ്സ് പഴയ വാർത്തകളുടെ ആയാലും പത്രസ്ഥാപനത്തിലെ പഴയ നിങ്ങളുടെ ലൈബ്രറി ആയാലും അവിടെയുള്ള റെക്കോർഡുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ആർക്കൈവ്സുകളുണ്ട്, അല്ലേ? പക്ഷേ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പുരാവസ്തുക്കൾ, അല്ലേ, ഉണ്ട്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ പുരാണ കൃതികളും ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സും താളിയോല ഗ്രന്ഥങ്ങൾ മുതലുള്ളവയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആകാം, ആർക്കൈവൽ മെറ്റീരിയൽ ആകാം. അതല്ല, ലൈബ്രറികളിൽ പോയി കഴിഞ്ഞാൽ പത്രങ്ങളുടെയും മാഗസീനുകളുടെയൊക്കെ പഴയ കോപ്പീസ് ഉണ്ടാകാം, മറ്റ് പുസ്തകങ്ങളുണ്ടാകാം. സ്ഥാപനത്തിൽ തന്നെ ലൈബ്രറിയിലും അത്തരം സൗകര്യങ്ങളുണ്ടാകാം. ഓൺലൈൻ ആർക്കൈവ്സ് ഉണ്ട്, അവിടെ നമുക്ക് ഡേറ്റ എടുക്കാം. റിസർച്ച് റിപ്പോർട്ടുകൾ സെക്കൻഡറി ഡേറ്റയാണ്. ദെൻ മറ്റ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ, അത്തരം സാധനങ്ങൾ, അതൊക്കെ വളരെ നമ്മൾ പ്ലേജറിസം വരാത്ത രീതിയിൽ, അതായത് നമ്മളൊരു മോഷണമെന്നോ ആ രീതിയിൽ വരാത്ത രീതിയിൽ വേണം അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അവിടെ കൃത്യമായി ആട്രിബ്യൂഷൻ, എവിടെ നിന്നാണോ നമ്മൾ സോഴ്സ് എടുത്തത്. സെക്കൻഡറി സോഴ്സിന്റെ കാര്യത്തിൽ പലപ്പോഴും അത് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യമാണ്. സെക്കൻഡറി സോഴ്സ് ആയാലും പ്രൈമറി സോഴ്സ് ആയാലും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യമാണ് ആട്രിബ്യൂഷൻ എന്നുള്ളത്. ഏതാണ് സോഴ്സ് അല്ലെങ്കിൽ സൈറ്റേഷൻ, എവിടെ നിന്നാണ് നമ്മൾ എടുത്തത് എന്നുള്ളത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വാർത്ത സംശയമൊന്നുമില്ല. ഒബ്സർവേഷൻ എപ്പോഴും സാധിക്കില്ല. നേരിട്ട് പോയി ആ സംഭവം കാണുക. പബ്ലിക് ഇവന്റുകളോ അല്ലെങ്കിൽ നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റുകൾക്ക് മാത്രം സാധിക്കുന്നതാണല്ലോ ഒബ്സർവേഷൻ. അല്ലെങ്കിൽ പന്തുകളി പോലെയുള്ള ഇവന്റുകളായിരിക്കണം, അല്ലെ? നേരിട്ട് പോയി ഒബ്സർവ് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അത്തരം ചില സംഭവങ്ങൾ നേരിട്ട് തന്നെ പോകേണ്ടി വരാം. ഒരു സെക്കൻഡ് ഹാൻഡ് അവരോട് ചോദിച്ച് എഴുതുന്നത് പലപ്പോഴും ശരിയാവും. മീൻസ് അതിനകത്ത് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകാം. നേരിട്ട് തന്നെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒബ്സർവേഷൻ മെത്തേഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാകാം. ഇന്റർവ്യൂസ് ഉണ്ടാകാം. അത് നമ്മുടെ സോഴ്സുകളോട് സംസാരിച്ച് നമുക്ക് ഡേറ്റ എടുക്കുന്നത് ഇന്റർവ്യൂസ് എന്ന് നമുക്ക് വിളിക്കാം. ബീറ്റ് റിപ്പോർട്ടിംഗ് അതൊരു മെത്തേഡാണ്, എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാണ്. ബീറ്റ് എന്ന വാക്ക് ശരിക്കും പോലീസിംഗിൽ നിന്ന് വരുന്ന വാക്കാണ്. ജേർണലിസ്റ്റുകൾക്ക് ബീറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ,
ആണ് ബീറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ കോർട്ടുകൾ, ഹോസ്പിറ്റൽ, അല്ലേ, മെഡിക്കൽ കോളേജ്, അതല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ബീറ്റ് ആകാം, അല്ലേ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സെക്ടർ ആകാം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബീറ്റ് ആകാം. അങ്ങനെയുള്ള ബീറ്റ് റിപ്പോർട്ടിംഗ്. ബീറ്റ് റിപ്പോർട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ആ മേഖലയിലുള്ള കോൺടാക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് അതാണ്. ഒരു ബീറ്റ് റിപ്പോർട്ടർ ആയി കഴിഞ്ഞാൽ ആ ബീറ്റിലെ ഏരിയയിൽ എക്സ്പെർട്ടീസ് നേടുന്നു. അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അവർക്ക് അറിയാം. അവിടെ ധാരാളം കോണ്ടാക്ട് അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ മേഖലയിൽ എക്സ്പേർട്ടായി മാറും ഗ്രാജുവലി. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പലപ്പോഴും ജേർണലിസ്റ്റുകൾ പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമുക്ക് ആ മേഖലയിൽ അഗാധമായ അറിവുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ISRO ഒരു റോക്കറ്റ് വിക്ഷേപണം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡിസ്കവറി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മേഖലയിൽ അറിവ്, എല്ലാ മേഖലയിലും അറിവ് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കില്ല, നമുക്കത് പോസിബിൾ അല്ല. പക്ഷെ അതേസമയം ഒരു സ്പെഷ്യലൈസ്ഡ് ബീറ്റിൽ നിൽക്കുന്ന സമയത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ അത് ശരിക്കും ഒരു എക്സ്പേർട്ടായി മാറാനും അതുവഴി നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റമാണല്ലോ ബീറ്റ് റിപ്പോർട്ടിംഗ്. ടൈപ്സ് ഓഫ് ന്യൂസ്, നമ്മൾ ന്യൂസിൽ ഏറ്റവും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലൊരു കോമൺ ക്ലാസിഫിക്കേഷൻ ആണ് ഹാർഡ് ന്യൂസ്, സോഫ്റ്റ് ന്യൂസ് എന്നുള്ളത്. ഹാർഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കോളേജിലെ കുട്ടികളുടെ ഹാർഡ് ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് ഈ കട്ടിയുള്ള വാർത്തകൾ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാർത്ത എന്നൊക്കെ ഒരു ആസ്പെക്റ്റിലാണ് അവർ എടുക്കുക. സോഫ്റ്റ് ന്യൂസ് വായിക്കാൻ എളുപ്പമുള്ള വാർത്തകൾ, അങ്ങനെയല്ല ശരിക്കും. ഹാർഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഹാർഡ് ഫാക്ട്സ് എന്നുള്ള അർത്ഥം. ഹാർഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഹാർഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അടങ്ങിയ വാർത്ത എന്ന അർത്ഥത്തിലാണ്. സീരിയസ് ആയിട്ടുള്ള വാർത്തകളാണ്, പക്ഷേ അതേസമയം ഫാക്ട് ബേസ്ഡ് റിപ്പോർട്ടിങ്, നമ്മുടെ റുട്ടീൻ വാർത്തകളൊക്കെ ഹാർഡ് ന്യൂസ് ആണ്. ദൈനംദിന സംഭവവികാസങ്ങളൊക്കെ ഹാർഡ് ന്യൂസ് ആണെന്ന് പറയാം. അതായത് കണക്കുകളും വിവരങ്ങളും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വാർത്തയ്ക്കാണ് ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഫീച്ചർ സ്വഭാവം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അനാലിസിസുകളൊക്കെ പരിമിതമാകാം. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന് കൂടുതൽ പ്രാധാന്യം, ഹാർഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന അർത്ഥത്തിലാണ് ഈ ഹാർഡ് ന്യൂസ് എന്ന് വരുന്നത്. അപ്പോൾ പോളിറ്റിക്സ്, എക്കണോമിക്സ്, നമ്മുടെ മറ്റ് സംഭവവികാസങ്ങൾ, ദൈനംദിന സംഭവവികാസങ്ങളൊക്കെ, ഇവൻസ് ഒക്കെ നമ്മൾ ഹാർഡ് ന്യൂസ് ആയിട്ടാണ് കണക്കാക്കുക. സോഫ്റ്റ് ന്യൂസ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഹ്യൂമൻ ഇൻട്രസ്റ്റ് വാല്യൂ ഉള്ള എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, സെലിബ്രിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ഇതൊക്കെ നമുക്ക് സോഫ്റ്റ് ന്യൂസിൻ്റെ ഗണത്തിൽ എടുത്താം. കുറച്ച് ഫീച്ചർ സ്വഭാവമുള്ള വാർത്തകൾ. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ഡിഫറെൻറ്റ് കാറ്റഗറി തന്നെയാണ്. ഫീച്ചർ റിപ്പോർട്ട് നമുക്കറിയാം, ഡി കാറ്റഗറി തന്നെയാണ്. എങ്കിൽ ആ സ്വഭാവത്തിലേക്ക് വരുന്ന വാർത്തകളാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. സോഫ്റ്റ് ന്യൂസ് വായനക്കാരനെ സംബന്ധിച്ചോളം അല്പം ഒരു രസിച്ചൊക്കെ വായിക്കാൻ പറ്റിയ, അവനൊരു താല്പര്യം ഉണർത്തുന്ന തരം വാർത്തകളായിരിക്കാം. ഹാർഡ് ന്യൂസ് വിവരങ്ങളും കണക്കുകളൊക്കെ അറിയാന്നുള്ളതാണല്ലോ ഹാർഡ് ന്യൂസിന്റെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഹാർഡ് ന്യൂസ് ആൻഡ് സോഫ്റ്റ് ന്യൂസ് ക്ലാസ് എന്ന് പറയുന്നത്. മറ്റേത് പ്രഡിക്റ്റബിൾ ന്യൂസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ന്യൂസ് എന്നൊരു ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന, റിപ്പോർട്ട് ചെയ്യാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്യാവുന്ന വാർത്തകളാണ് പ്രഡിക്റ്റബിൾ ന്യൂസ് എന്ന് പറയുന്നത്. ഇന്നൊരു ഉദ്ഘാടന ചടങ്ങുണ്ട്, ഇന്നൊരു ക്യാമ്പയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ധർണയുണ്ട്, ഇന്നൊരു പത്രസമ്മേളനമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്, അതല്ലെങ്കിൽ ഒരു ഒരു മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കലാപരിപാടി നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്ലാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാവുന്ന സംഗതികളാണ്. നമുക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കും പ്രഡിക്റ്റബിൾ ന്യൂസിൽ. അൺപ്രഡിക്റ്റബിൾ ന്യൂസിൽ അങ്ങനെയാണെന്നില്ല. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന എന്തും, ദുരന്തങ്ങളാകാം, അപകടങ്ങളാകാം, രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാം, പുതിയ സംഭവങ്ങൾ എപ്പോഴും, അല്ലേ, സ്കാൻഡൽസും പ്രഖ്യാപനങ്ങളും ഒക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ ഏത് നിമിഷവും സംഭവിക്കാം. ഉള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ഒരുപക്ഷെ ഓഡ് അവേഴ്സ് ഒക്കെ ആയിരിക്കും അത് സംഭവിക്കുക. നമുക്ക് കൃത്യമായി റിപ്പോർട്ടിങ്ങിന് എത്തുക എന്നുള്ള ചലഞ്ചാണ്. പലപ്പോഴും അത്തരം സംഭവങ്ങൾ സെക്കൻഡറി സോഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നേക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങൊക്കെ ആ രീതിയിൽ നമ്മളത് പല ചലഞ്ചസും നേരിടേണ്ടി വന്നേക്കാം, അല്ലേ. അതാണ് അൺപ്രഡിക്റ്റബിൾ ന്യൂസ്. നല്ലൊരു ശതമാനം ന്യൂസും അൺപ്രഡിക്റ്റബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ
റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ന്യൂസ് ആണ്. പ്ലാൻ്റെ രാവിലത്തെ മീറ്റിംഗിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ന്യൂസുകളൊന്നും ആയിരിക്കില്ല ഒരു ഈവനിങ് ഒരു പ്രിന്റ് മീഡിയയെ സംബന്ധിച്ചോളം വൈകിട്ട് ചാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഡിഫറെൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഫോളോ അപ്പ് ന്യൂസ് ഉണ്ടാകും. ഫോളോ അപ്പ് ന്യൂസുകൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റോറി എന്നും അതിനെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് അല്ല ആഡ് ചെയ്യാം. ന്യൂ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഡെവലപ്പിംഗ് സ്റ്റോറി അല്ലെങ്കിൽ ഫോളോ അപ്പ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന സംഭവങ്ങളൊക്കെ തുടർച്ചയായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓരോ ദിവസവും അതിൻ്റെ പുതിയ പുതിയ ബ്രേക്കിംഗ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻ അതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്ന കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അഫാൻ കേസ് ഒക്കെ ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഒരു ദിവസം അതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ഫോളോ അപ്പുകൾ വരാം. ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഓക്കെ. അഡ്വക്കസി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആശയം പ്രചരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന റിപ്പോർട്ടിംഗ് ആണ് അഡ്വക്കസി ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ ഏറ്റെടുക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗാർഡിയൻ്റെ ഒക്കെ റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല തരത്തിലുള്ള വിഷയങ്ങൾ പല ടേക്കപ്പ് ചെയ്യാറുണ്ട് മാധ്യമങ്ങൾ. അന്ന് ഒരു പക്ഷേ നമുക്കറിയാം അതിനൊക്കെ അഡ്വക്കസി ഒരു കോസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന വാർത്തകളൊക്കെ നമുക്ക് അഡ്വക്കസി ജേർണലിസം എന്ന് വിളിക്കാം. അഡ്വക്കസി എന്തെങ്കിലും അഡ്വക്കേറ്റ് ചെയ്യണം, അവിടെ എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് വയ്ക്കണം, അത് പ്രചരിപ്പിക്കുക, അതുവഴി മാറ്റം കൊണ്ടുവരിക എന്നൊക്കെയുള്ള ലക്ഷ്യമായിരിക്കും അഡ്വക്കസി ജേർണലിസ്റ്റുകൾക്ക്. ഇപ്പോൾ രാഷ്ട്രീയ മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താണ് സമൂഹത്തിൽ ഒരു നല്ല പ്രവണത ഉണ്ടാക്കിയെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റ് കൺസർവേഷൻ, പബ്ലിക് ഹെൽത്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു കോസ് ആയിരിക്കാം അവിടെ ഉണ്ടാകുക. ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് എല്ലാ തരം വാർത്തകളിലും എന്തെങ്കിലും ഒരു ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് എന്ന് പറയേണ്ടി വരിക. കുറച്ചുകൂടി അധികം ഗവേഷണം അല്ലെങ്കിൽ നിരീക്ഷണം, അന്വേഷണം ഒക്കെ ആവശ്യമുള്ള വാർത്തകൾ. അതൊരു പക്ഷേ അഴിമതി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഒരു പാളിച്ച ചൂണ്ടിക്കാണിക്കുന്നതിനാകാം, വലിയ പ്രോജക്റ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള നമ്മൾ മൂടി വയ്ക്കപ്പെടുന്ന, രഹസ്യമാക്കി വെക്കുന്ന എന്തെങ്കിലും പൊതുജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളായിരിക്കാം. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ്. സംശയം ഉണ്ടാവില്ല. ഇത് കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നു അല്ലേ ഇത്തരം കാര്യങ്ങൾ. ന്യൂസ് സ്റ്റോറിയുടെ ഒരു ഘടന ജനറലി നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ, അതിനെ ലീഡ് എന്ന് പറയാറുണ്ട്, ഇൻട്രോ എന്നും വിളിക്കാറുണ്ട്. ലീഡ് എന്നുള്ളത് എനിക്കൊന്ന് ഒരു ബ്രിട്ടീഷ് പ്രയോഗവും ഇൻട്രോ എന്നുള്ളത് ഒരു അമേരിക്കൻ പ്രയോഗമാണ്. അപ്പോൾ പല പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പല രീതിയിൽ കാണാറുണ്ട്. ഇൻട്രോ, ഇൻട്രഡക്ഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് ഇൻട്രോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലീഡ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ലീഡിന് ചിലർ LEDE എന്ന സ്പെല്ലിംഗ് ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ജനറലി LEAD എന്ന സ്പെല്ലിംഗ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ലീഡിൽ നേരത്തെ പറഞ്ഞ പോലെ 5W7-1H ഒരു ജനറൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് അങ്ങനെയുള്ള ലീഡുകളാവും. സമ്മറി ലീഡാണെങ്കിൽ 5W7-1H അവിടെ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുക. പിന്നെ ബോഡിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കാം. പക്ഷെ ന്യൂസ് സ്റ്റൈൽ എന്ന് നമ്മൾ ജനറലി ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കുറേ കാലമായി നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു 150 വർഷമെങ്കിലും ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈലാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ളത്. ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ അതിൻ്റെ ലീഡ് അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, അതിൻ്റെ ഒരു സമ്മറി നമ്മളവിടെ കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഏറ്റവും അറിയേണ്ട ഇൻഫർമേഷൻ അവിടെ കൊടുക്കുകയാണ്. പിന്നീട് പ്രാധാന്യത്തിനനുസരിച്ചിട്ട് ക്രമാനുഗതമായിട്ടത് പ്രാധാന്യം കുറവുള്ളത് താഴേക്ക് വരുന്നു, അല്ലെങ്കിൽ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് അത് ക്രമീകരിക്കുന്നു. വാർത്തയുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ താഴേക്കായിരിക്കും. അഡീഷണൽ ഇൻഫർമേഷനൊക്കെ ഏറ്റവും അവസാനമായിരിക്കാം. അപ്പോൾ മറ്റ് അഡീഷണൽ ഇൻഫർമേഷനൊക്കെ ഒരുപക്ഷെ ഒരു വായനക്കാരന് സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു, അല്ലേ, ഏറ്റവും എസെൻഷ്യൽ ഇൻഫർമേഷൻ തുടക്കം തന്നെ കിട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വായനക്കാരന് വായന നിർത്താം. അപ്പോഴും അവന് ഏറ്റവും അതുവരെ വായിച്ച ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും, പിന്നീട് വായിക്കുന്നതൊക്കെ താരതമ്യേന അപ്രധാനമായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. ശരിക്കും ഞാനിവിടെ കൊടുത്തേക്കുന്ന പിരമിഡാണ്. ഡിസൈനിൽ ഒരു ചെറിയ പാളിച്ച പറ്റി, ഇത് തിരിച്ച് വരണം അല്ലേ. ഇത് പിരമിഡ് ഷേപ്പിലായിരിക്കും, നേരെ തിരിച്ചാണ് വരേണ്ടത്. ഞാൻ മാറ്റി വെച്ചോളാം.
അപ്പോൾ ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചാണ് ഈ പിരമിഡ് തലതിരിഞ്ഞ് ഇരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് തെറ്റിച്ചെടുക്കാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും മുകളിൽ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മൾ മിക്കവാറും ഹാർഡ് സ്റ്റോറീസ് ഒക്കെയും ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. നമ്മൾ ഓൺലൈനിൽ പോലും പലരും ഇപ്പോൾ ഈ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ തന്നെ എഴുതാറുണ്ട്. പിന്നെ ചില വാർത്തകൾ കൂടുതൽ സമയം വായനക്കാരൻ ചെലവഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചും എഴുതി വെക്കുന്നത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഏറ്റവും അവസാനം അല്ലെ. അത് പലപ്പോഴും ഈ ഗോസിപ്പ് ചാനലുകളൊക്കെ അത്തരം മാധ്യമങ്ങളൊക്കെ ആയിരിക്കും ആ ഈ പ്രാക്ടീസ് ഉണ്ടാകുക. അതല്ലാതെയുള്ള മുഖ്യധാര മാധ്യമങ്ങളും ഗൗരവമായി വാർത്ത കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിൽ പോലും ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി തന്നെയാണ് അവലംബിക്കുക. ഇപ്പൊ 60കളിലൊക്കെ ഈ ന്യൂ ജേർണലിസം എന്നൊരു ട്രെൻഡ് ഉണ്ട്. ന്യൂ ജേർണലിസം 60കളിലാണ്, അമേരിക്കയിൽ തന്നെയാണ് ട്രെൻഡ്. ന്യൂ ജേർണലിസംകാരുടെ ഏറ്റവും വലിയ വാദം ഇത് ഇത്തരത്തിലുള്ള ഫോർമാറ്റുകൾ ഇൻവെർട്ടഡ് പിരമിഡ് പോലുള്ള ശൈലി ഭയങ്കര ബോറിംഗ് ആണ്, പ്രഡിക്റ്റബിൾ ആണ്. എങ്ങനെയാണ് വാർത്ത എഴുതുക ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പ്രധാനമായി വരുന്നു. വായനക്കാരന് പൂർണ്ണമായി വായിക്കാനുള്ള താല്പര്യം നശിക്കുകയാണ്. ആദ്യം തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. ഉദാഹരണത്തിന് അപ്പോൾ സാഹിത്യത്തിലോ സിനിമ പോലുള്ള സാഹിത്യത്തിലും ഈ സിനിമകളിലൊക്കെ നമ്മളൊരു നോവലോ അല്ലെങ്കിൽ സിനിമയോ കാണുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു തരികയാണെങ്കിൽ പിന്നെ ആ സിനിമ കാണാനുള്ള താല്പര്യം പകുതി കുറയും. അപ്പോൾ ആ രീതിയിലുള്ള വിമർശനം ഇൻവെർട്ടഡ് പിരമിഡ് ശൈലിയെ കുറിച്ച് അന്ന് മുതലേ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും അത് സജീവമായിട്ട് മുന്നോട്ട് പോകും. എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ? അതിന് മുന്നേ ഇതിനെ ഈ ശൈലി ഡെവലപ്പ് ചെയ്തൊരു ഹിസ്റ്ററി പറയാം. 1860കളിൽ ഈ സിവിൽ വാറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ശൈലി രൂപപ്പെടുന്നത്. അന്ന് നമുക്കറിയാം ടെലിഗ്രാഫാണ് ഉള്ളത്. ടെലിഗ്രാഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റുകളിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിലൊക്കെ ടെലിഗ്രാഫുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസികളിൽ നിന്നൊക്കെ ടേക്കുകളായിട്ടാണ് ഓരോരോ ഭാഗങ്ങളായിട്ടാണ് വാർത്താ ഏജൻസികളിൽ നിന്ന് വാർത്ത പത്രോഫീസുകളിലേക്ക് ഡെസ്കിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടെലിഗ്രാഫ് മെഷീൻ ഇങ്ങനെ പേപ്പർ റോളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഭാഗങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സിവിൽ വാർ നടക്കുന്ന സമയത്തൊക്കെ അവിടെ ജേർണലിസ്റ്റുകൾ നേരിട്ട വലിയൊരു പ്രശ്നം, ഒരുപാട് ബാറ്റിൽസ് പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ബാറ്റിൽ ആര് ജയിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാറ്റിൽ നടക്കുന്ന സമയത്ത് തന്നെ വാർത്താ ഏജൻസി റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പത്രോഫീസുകളിലേക്ക് ഇങ്ങനെ ടെലിഗ്രാഫ് മെഷീനിലൂടെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗങ്ങളായിട്ടായിരിക്കും വരിക, പല പല ടേക്കുകളായിട്ട്. ടേക്ക് എന്ന് പറയാം, TAKE ടേക്ക്. അപ്പോൾ ഓരോരോ ടേക്കായിട്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഫർമേഷൻ ഇങ്ങനെ ടേക്കുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ലൈവ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന പോലെയാണെന്ന് കരുതുക, അല്ലെങ്കിൽ കമന്ററി പോലെയാണെന്ന് കരുതുക. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റിപ്പോർട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഒരു ബാറ്റിൽ നടക്കുന്നുണ്ടെന്നായിരിക്കും വരുന്നത്. പിന്നീട് റിപ്പോർട്ടിൽ അവിടെ ബാറ്റിൽ ഒരു ഭാഗത്തിന് മേൽക്കൈ കിട്ടി എന്നുള്ള വാർത്ത വരുന്നു. പിന്നീടാണ് അവസാനം വരുന്ന വാർത്തകളിൽ ആണ് ആര് വിജയിച്ചു ആ ബാറ്റിൽ എന്ന വാർത്ത വരിക. അപ്പൊ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി പോവാണെങ്കിൽ, ക്രമാനുഗതമായിട്ട് എഴുതി പോവാണെങ്കിൽ, സംഭവം നടന്ന പോലെ എഴുതി പോവാണെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ രണ്ട് കൂട്ടർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി, അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചു. എന്താണ് അവസാനം ഇതിന്റെ പ്രധാന ഒരു പ്രദേശം ഒരു കൂട്ടർ കൈയടക്കി എന്നുള്ള പ്രധാന ഇൻഫർമേഷൻ ഒക്കെ ചിലപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും വരുന്നത്. ഈ പല ഭാഗങ്ങളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡെസ്കിൽ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി അവസാനത്തെ ഭാഗം എപ്പോഴാണ് നിൽക്കുക എന്നറിയില്ല. അവസാനത്തെ ഭാഗം ഏറ്റവും പുതിയ ഇൻഫർമേഷൻ, ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ചിലപ്പോൾ ഏറ്റവും അവസാനം വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഇവര് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു ശൈലി, എന്താണ് വാർത്ത എന്നുള്ളത് ആദ്യം പറയുക, എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള ആദ്യം പറയാം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനൊക്കെ പിന്നീട് പറയാം. അല്ലെങ്കിൽ ഡെസ്കിൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ടേഴ്സ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്കത് വാർത്ത ഹെഡ്ലൈൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ വാർത്ത പേജ് തയ്യാറാക്കുമ്പോഴോ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ എത്ര വലിയ കവറേജ് കൊടുക്കേണ്ട വാർത്തയാണ് എന്ന് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ ആയിരുന്നു അന്നത്തെ അല്ലെങ്കിൽ ക്രമാനുഗതമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നറേറ്റീവ് ശൈലിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇൻവെർട്ടഡ് പിരമിഡ് ആകുമ്പോൾ എന്താണ് വാർത്ത, അതിന്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണെന്നുള്ളത് ഒക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡെസ്കിൽ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ശൈലി രൂപപ്പെട്ട് വരുന്നത്. പിന്നീട് നമ്മള് മാധ്യമങ്ങള്, പ്രൊഫഷണൽ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റേഴ്സിന് മറ്റൊരു സൗകര്യം കൂടി ഉണ്ട്. ഈ പേജ് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇൻവെർട്ടഡ് പിരമിഡ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും. കോപ്പി ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വാർത്ത 300 വേർഡ്സുള്ള വാർത്ത 250 വേർഡ്സ് ആയിട്ട് ചുരുക്കണം എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ഒറ്റ കട്ട് ചെയ്താൽ മതി അല്ലേ.
കാരണം താഴോട്ടുള്ളതെല്ലാം അപ്രധാനമായിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട്, വിവരങ്ങളായതുകൊണ്ട് അവസാനത്തെ സെന്റൻസിൽ നിന്ന് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് വെട്ടിച്ചുരുക്കാം. അതേസമയം ഒരു കഥാരൂപത്തിൽ എഴുതിയ ഒരു വാർത്തയാണെന്ന് കരുതുക, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവസാന പാരഗ്രാഫിൽ വന്നേക്കാം. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് വെട്ടിച്ചുരുക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആണ്. റീറൈറ്റ് ചെയ്യേണ്ടി വരും, ഒന്നേന്ന് വീണ്ടും എഴുതേണ്ടി വരാം. ഇൻവെർട്ടഡ് പിരമിഡ് ശൈലിയാണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പൊ കോപ്പി ഫിറ്റിങ്ങിന് ഉള്ള സൗകര്യാർത്ഥം പിന്നെ സജീവമായി മാധ്യമങ്ങളിൽ, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറി. പിന്നീട് ടെലിവിഷൻ, റേഡിയോ മാധ്യമങ്ങൾ വന്നപ്പോഴും ഒക്കെ പല രീതിയിൽ ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ പല രൂപങ്ങൾ നമുക്ക് കാണാം. മൾട്ടിപ്പിൾ ഇൻവെർട്ടഡ് പിരമിഡ് പോലും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻവെർട്ടഡ് പിരമിഡ് ഒരു വലിയ വാർത്തയെ തന്നെ ലോങ് ഫോം ജേർണലിസത്തിൽ അല്ലെങ്കിൽ ഇൻഡെപ്ത് റിപ്പോർട്ടിനെയൊക്കെ പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അതിൽ ഓരോന്നിനെയും ഓരോ ഇൻവെർട്ടഡ് പിരമിഡ് ആക്കി എഴുതി അതിനെ നമുക്ക് ഈ സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തൊക്കെ അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോയൊക്കെ വായിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അതിന് മൾട്ടിപ്പിൾ ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയാം. ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാര്യം വെച്ച് ലീഡ് ചെയ്യുന്നു, സമ്മറി ലീഡ് കൊടുക്കുന്നു, പിന്നെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള വാർത്ത തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പല വാർത്തകളാക്കി പല ഇൻവെർട്ടഡ് പിരമിഡുകളാക്കി കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഇൻവെർട്ടഡ് പിരമിഡ് പോലും ഡിജിറ്റൽ യുഗത്തിൽ കാണാം. ഇപ്പോഴും പ്രധാനപ്പെട്ട ഫോർമാറ്റ് എടുത്ത് തുടരുകയാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ്, വായനക്കാരനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് സമയം, സൗകര്യവും താല്പര്യവും ഉണ്ടെങ്കിൽ ആ വാർത്ത പൂർണ്ണമായിട്ട് വായിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ലീഡോ എവിടെയാണോ നിർത്തേണ്ടത് അത്രയും കാര്യങ്ങൾ വായിച്ച് നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളതാണ്. അതേസമയം തന്നെ ഒരു കുറേ നെഗറ്റീവ് സംഗതികൾ അതിനകത്തുണ്ട്. ഇൻഡെപ്ത് റിപ്പോർട്ടിങ്ങൊന്നും അനുയോജ്യമല്ല. അതുപോലെ വായനക്കാരനെ വളരെ ദൈർഘ്യമുള്ള വാർത്തകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി ആയി കഴിഞ്ഞാൽ വായനക്കാരൻ പൂർണ്ണമായിട്ട് വായിക്കാനുള്ളൊരു സാധ്യത കുറവാണ്. അപ്പോൾ അത് ശരിയല്ല. വായനക്കാരൻ ആ ആർട്ടിക്കിളിൽ ഉടനീളം, മാഗസിൻ ആർട്ടിക്കിളായാലും അല്ലെങ്കിൽ എഡിറ്റോറിയൽ പീസുകളൊക്കെ ആയാലും വാർത്തയുടെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ വായനക്കാർ താല്പര്യം ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻ തുടർന്ന് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇൻഡെപ്ത് റിപ്പോർട്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഫീച്ചർ ജേർണലിസത്തിലൊക്കെ ഇൻവെർട്ടഡ് പിരമിഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എഡിറ്റേഴ്സിന്റെ സൗകര്യം നേരത്തെ പറഞ്ഞു, കോപ്പി ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വാർത്തയുടെ പ്രാധാന്യം നിർണ്ണയിക്കാനും അതിന്റെ ന്യൂസ് വാല്യൂ അസർട്ടൈൻ ചെയ്യാനും ഒക്കെ എഡിറ്റേഴ്സിനെ സഹായിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഡിജിറ്റലി നമുക്ക് ഡിജിറ്റൽ മാധ്യമങ്ങൾ കൊടുക്കാൻ സൗകര്യമാണ്. കാരണം ഡിജിറ്റൽ മാധ്യമങ്ങളുടെയൊക്കെ ഹോം പേജുകളിലോ അല്ലെങ്കിൽ അവർ മൊബൈൽ എഡിഷനിലൊക്കെ അതിൻ്റെ ഹെഡ്ലൈൻ ലീഡ് മാത്രമായിട്ടായിരിക്കും പലപ്പോഴും വാർത്ത ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് വായനക്കാരന് ബാക്കി വായിപ്പിക്കണമെങ്കിൽ ആ വാർത്ത എന്താണെന്ന് മനസ്സിലാക്കാൻ ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേത് തരത്തിലുള്ള ഒരു ശൈലി ആയാൽ പോലും ആ ചെറിയ ഫോർമാറ്റിൽ നമ്മൾ ഹെഡ്ലൈനും ലീഡും മാത്രം കൊടുക്കുന്ന ഫോർമാറ്റിൽ വായിച്ചാൽ വായനക്കാരൻ എന്താ വിഷയം എന്ന് മനസ്സിലാവില്ല. അപ്പോൾ വളരെ ക്വിക്ക് റീഡിങ്ങിനുള്ള സംവിധാനങ്ങൾ, ന്യൂസ് അഗ്രഗേറ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇത് ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി അവിടെയൊക്കെ പോകാനുള്ള സാധ്യത. ഇപ്പോൾ ഇൻവെർട്ടഡ് പിരമിഡ് ശൈലിയുടെ ഒരു തിരിച്ചുവരവ് ഓൺലൈൻ കാലത്ത് ഉണ്ടായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പത്രങ്ങളിൽ പോലും അത് വലിയ പ്രാധാന്യം, അതിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മാറണം, പല ശൈലികൾ അവലംബിക്കണം എന്ന് വരുന്ന കാലത്ത് പ്രധാന വാർത്തകളിലൊക്കെ അവർ ആ ശൈലിയിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്താണ് ഓൺലൈൻ മാധ്യമങ്ങൾ വരുന്നത്. അവിടെ വീണ്ടും ഇത് സജീവമാവുകയാണ്. ഓക്കെ, ഡ്രൈ ആണ്, കുറച്ച് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഡ്രൈ ആയി പോകാം, പ്രെഡിക്റ്റബിൾ ആണ് എങ്ങനെയാണ് നമുക്ക് വാർത്ത വരുന്നത്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു പാറ്റേണും ശൈലിയൊക്കെ അറിയാതെ വന്നു പോകും. അതുകൊണ്ട് തന്നെ വായനക്കാരന് അത് കുറച്ച് മോണോട്ടോണസ് ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. മറ്റ് ന്യൂസ് സ്ട്രക്ചേഴ്സ് ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജി എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ക്രൊണോളജിക്കൽ സ്ട്രക്ചറിൽ വാർത്തകൾ നമ്മളൊരു കഥ പറയുന്നത് പോലെ ആദ്യം എന്ത് സംഭവിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു, അങ്ങനെ അവസാനം എന്തായി തീർന്നു അല്ലേ, ആ രീതിയിൽ. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പ്രധാന വാർത്തകളായില്ലെങ്കിൽ പോലും ക്രൊണോളജിക്കൽ ഓർഡറിലെ വാർത്തകൾ സൈഡ് സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ സൈഡ് വാർ എന്നൊക്കെ പറയുന്ന പ്രധാന വാർത്തയുടെ ഒപ്പം ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പാക്കേജ് വാർത്തകളൊക്കെ വരുന്ന സമയത്ത്, പ്രധാന വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ, ഒരു ഇൻസിഡന്റോ ഡിസാസ്റ്ററോ ഒക്കെ നടക്കുന്ന സമയത്ത്
നമ്മൾ പല സൈഡ് സ്റ്റോറികളിലും ഈ രീതിയിൽ എഴുതാറുണ്ട്. എന്ത് സംഭവിച്ചു, ആദ്യം അവിടെ എന്താണ് ആ ഒരു നാടകീയതയെല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്ന ആ ഒരു ഒരു നറേറ്റീവ് സ്റ്റൈലാണ് ക്രോണോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയും, ഒരു കഥ പറയുന്നത് പോലെ അവതരിപ്പിക്കുന്നു. അപ്പം അത് വലിയ സംഭവങ്ങളുടെ ഒപ്പം കൂടെ അതിൻ്റെ അവിടെ നടന്ന ഒരു ഐ വിറ്റ്നസിൻ്റെ ഇൻപുട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാറുണ്ട്. അതാണ് ക്രോണോളജിക്കൽ സ്ട്രക്ചർ. അവർ ഗ്ലാസ് സ്ട്രക്ചർ ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു ഹൈബ്രിഡ് വെർഷനാണ്. ഈ ഇൻവെർട്ടഡ് പിരമിഡിൻ്റെയും ക്രോണോളജിക്കൽ സ്ട്രക്ചറിൻ്റെയും ഹൈബ്രിഡ് വെർഷനാണ്. അപ്പോൾ അതിനെ നോക്കി കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ അവർ ഗ്ലാസിൻ്റെ ഷേപ്പ്, അവർ ഗ്ലാസ് എന്താണെന്ന് മനസ്സിലായില്ല, ചിത്രത്തിലുണ്ട്. അവിടെ 2 പിരമിഡ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ആദ്യം ഇൻവെർട്ടഡ് പിരമിഡ് പോലെ വരുന്നു, തിരിച്ച് നോർമൽ പിരമിഡ് ആയിട്ട് വരുന്നു. അപ്പോൾ അവിടെ അവർ ഗ്ലാസ്സിൽ ചെയ്തത് ആദ്യം സമ്മറിയും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു, ഇൻവെർട്ടഡ് പിരമിഡിലെ പോലെ തന്നെ കൊടുത്തിട്ട് പിന്നീട് ആ വാർത്തയുടെ വിശദാംശങ്ങൾ, ആ വാർത്തയുടെ സംഭവം ഒരു നറേറ്റീവ് ശൈലിയിൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ശൈലിയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ എത്ര ആളപായം ഉണ്ടായി, എന്താണ് ദുരന്തം ഉണ്ടായത് എന്നുള്ള ഡീറ്റെയിൽസ് ഇൻവെർട്ടഡ് പിരമിഡ് ശൈലിയിൽ തുടങ്ങിയ ശേഷം പതിയെ ആ സംഭവം വിവരിക്കുകയാണ്. ആ സംഭവം ക്രമാനുഗതമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു എല്ലാ നാടകീയതയോടും കൂടിയേ വിവരിക്കുകയാണ്, നറേറ്റീവ് ശൈലിയിൽ വിവരിക്കുകയാണ്. അത്തരം ഫോർമാറ്റാണ് അവർ ഗ്ലാസ് സ്ട്രക്ചർ. അപ്പോൾ ഇന്ന് പല പ്രധാന വാർത്തകളും വലിയ വാർത്തകൾ ലീഡ് സ്റ്റോറിയിലൊക്കെ ഈ ഒരു ശൈലി അവലംബിക്കാറുണ്ട്. ദുരന്ത വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ശൈലി നമുക്ക് കാണാം. യെസ്, ദെൻ നട്ട് ഗ്രാഫ് സ്റ്റൈൽ. നട്ട് ഗ്രാഫ് സ്ട്രക്ചർ, നട്ട് ഗ്രാഫ് എന്ന് ശരിക്കും പറഞ്ഞാൽ ജേർണലിസത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ്, സമ്മറി അല്ലെങ്കിൽ വായനക്കാരന് അറിയേണ്ട വിവരം നൽകിയിരിക്കുന്ന ഭാഗമാണ് നട്ട് ഗ്രാഫ്, നട്ട് ഷെൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, രത്നച്ചുരുക്കം എന്ന് പറയുന്ന പോലെ. ഇവിടെ നട്ട് ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, വായനക്കാർ അറിയേണ്ട വിവരം ആണ് നട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ നട്ട് ഗ്രാഫ് ശൈലിയിൽ നട്ട് ഗ്രാഫ് തുടക്കം വരികയാണെങ്കിൽ അത് ഇൻവെർട്ടഡ് പിരമിഡ് ശൈലി എന്ന് പറയും അല്ലേ. അതേ സ്ഥാനത്ത് നട്ട് ഗ്രാഫിനെ ഡിലേ ആക്കുകയാണ്. ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഒരു പക്ഷേ ഒരു സംഭവകഥ പറയുന്നു, അനക്ഡോട്ട് പറയുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം വാർത്ത എന്താണെന്നുള്ളത് ഈ നട്ട് ഗ്രാഫ് പിന്നീട് ആയിരിക്കും കൊടുക്കുക. വാർത്തയുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും നട്ട് ഗ്രാഫിന്റെ പ്രധാന വാർത്ത എന്താണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വായനക്കാരനെ ക്യൂരിയോസിറ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഫീച്ചർ വാർത്തകളിലും സോഫ്റ്റ് സ്റ്റോറീസിലൊക്കെയാണ് ഈ ശൈലി വരുന്നത്. ആർട്ട് സ്റ്റോറീസിൽ ജനറലി ഉപയോഗിക്കാത്തൊരു കാര്യമാണ്. വായനക്കാരനെ നേരിട്ട് വാർത്തയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നതിന് അതിനൊരു ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ടുവരാനോ ഒക്കെ ഒരു സംഭവകഥ വിവരിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ അവിടുത്തെ നടന്ന സംഭവം വിവരിക്കുകയാണെന്ന്. അതിനുശേഷം പിന്നീടാണ് വാർത്ത എന്താണെന്ന്, ശരിക്കുള്ള വാർത്ത എന്താണെന്ന് ആ നട്ട് ഗ്രാഫ് കൊടുക്കുക. ഓക്കെ, അതിനെ നട്ട് ഗ്രാഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്, സോഫ്റ്റ് സ്റ്റോറീസ്, ഫീച്ചർ സ്റ്റോറീസ് ഒക്കെ ഈ ശൈലിയിൽ എഴുതാറുണ്ട്. ഇനി വാർത്ത രചനയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഞാൻ ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, എങ്കിലും ജസ്റ്റ് പറയാം. ആക്യുറസി ഒന്നാണ്, കൃത്യത നിർബന്ധമായിട്ട് വേണം. പേര്, ഡേറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിവരങ്ങൾ കൊടുക്കുന്നതിലൊക്കെ നമ്മൾ രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആക്യുറസി, ക്ലാരിറ്റി, വ്യക്തത, അത് ഭാഷാ പ്രയോഗത്തിലായാലും നമ്മുടെ നമ്മുടെ നറേഷനിലായാലും ഒക്കെ വ്യക്തത, വായനക്കാരന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ, എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തത ഉണ്ടായിരിക്കണം. കൃത്യത, വ്യക്തത. ഒബ്ജക്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സബ്ജക്റ്റിവിറ്റി ആണല്ലേ, അല്ലെങ്കിൽ എഡിറ്റോറിയലൈസേഷൻ ആണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായത്, എഴുത്തുകാരൻ്റെ റിപ്പോർട്ടറുടെ അല്ലെങ്കിൽ എഡിറ്ററുടെയോ അല്ലെങ്കിൽ പത്രത്തിൻ്റെയോ ആശയങ്ങൾ കടന്നു വരാതെ ഒബ്ജക്റ്റീവായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് ആകാം അല്ലെങ്കിൽ എഡിറ്റോറിയലൈസേഷൻ ആകാൻ സാധിക്കുന്നത് പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ മാത്രമാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ പത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, അവിടുത്തെ ഇലക്ഷൻ സമയത്തൊക്കെ അവരുടെ പത്രങ്ങൾ നോക്കിയാൽ രസകരമാണ്. അവരെ എഡിറ്റോറിയലൊക്കെ അവർ കൃത്യമായി പറയണം, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോലും, ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം, ഇന്ന നേതാവിന് വോട്ട് ചെയ്യണം എന്ന് പോലും പറയുന്ന രീതിയിലുള്ള എഡിറ്റോറിയൽസ് നമുക്ക് കാണാം.
അതേസമയം അതേ പത്രത്തിന്റെ ഞാൻ പറയുന്നത് നാഷണൽ ഡെയിലീസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന പത്രങ്ങളാണ് യു എസിലേക്ക്. അതേ പത്രത്തിൽ തന്നെ വാർത്താ പേജുകളിൽ നമുക്ക് അവിടെ താരതമ്യേന ഒബ്ജക്റ്റീവ് ആയിരിക്കും. അവിടെ അവരുടെ ഫേവറിറ്റിസം പലപ്പോഴും കാണിക്കാറില്ല. കവറേജ് ഒക്കെ കൊടുക്കുമായിരിക്കാം, പക്ഷെ അവരെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അവർ ആ എഴുത്ത് രീതിയിൽ നമുക്ക് അവിടെ ഇവരൊരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടി ഫേവർ ചെയ്യുന്നതെന്ന് തോന്നാത്ത രീതിയിൽ ചിലപ്പോൾ എഴുതാറുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് എഴുതാനാണ് ശ്രമിക്കുക. അവിടെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡാണ്. പക്ഷെ ശരിയാണ്, തീർച്ചയായിട്ടും അതിന് കവറേജും കാര്യങ്ങളിലൊക്കെ നമുക്ക് അവർ മനസ്സിലാക്കാൻ സാധിക്കും അവർ ആരെയാണ് ഫേവർ ചെയ്യുന്നത്. പക്ഷെ ജനറലി വാർത്ത എഴുതുന്ന ശൈലിയിൽ അവർ ഒബ്ജക്റ്റീവ് ആകാൻ ശ്രദ്ധിക്കാറുണ്ട്. എഡിറ്റോറിയൽ പേജുകളിൽ എഴുതുന്ന അല്ലെങ്കിൽ ഒപ്പീനിയൻ പേജുകളിൽ വരുന്ന ലേഖനങ്ങൾക്കും എഡിറ്റോറിയലുകൾക്കും ഒക്കെയാണ് നമുക്ക് സബ്ജക്റ്റീവ് ആകാൻ സാധിക്കുന്നത്. എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ പത്രത്തിൻ്റെയോ ഒക്കെ ആശയങ്ങൾ വരാൻ സാധിക്കുന്നത്. അല്ലാത്തടത്തൊക്കെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം റിപ്പോർട്ടിംഗ്. ബ്രിവിറ്റി ഇസ് ദ സോൾ ഓഫ് വിറ്റ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ. ബ്രിവിറ്റി എന്ന് വെച്ചാൽ ചുരുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ലളിതമായി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയുക എന്നുള്ളതാണ് വെർബോസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വെർബോസ് ആണ്. ഇങ്ങനെ വാക്കുകളുടെ അതിപ്രസരം അല്ലേ. അപ്പോൾ ഒരു വെർബൽ ജഗ്ലറി ആകരുത്, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ന്യൂസ് റൈറ്റിങ്ങിന്റെ കൺസെപ്റ്റ്. അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആട്രിബ്യൂഷൻ. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്, ഓരോ ഇൻഫർമേഷനും എവിടെ നിന്ന് കിട്ടി. അത് പലപ്പോഴും പല മാധ്യമങ്ങളിലും നമുക്കത് കുറഞ്ഞു വന്നിരിക്കുകയാണ്. പലരും അത് ഉപയോഗിക്കാറില്ല. നേരിട്ട് കണ്ടതുപോലെയൊക്കെയാണ് പലരും എഴുതുന്നതല്ലേ. നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് പലപ്പോഴും പറയാൻ മടിക്കുന്നതല്ല, ഒരു ശൈലി മാറ്റം കൂടിയാണ്. കാരണം വായനക്കാരന് ആ വാർത്ത റിപ്പോർട്ടറുടെ നേരിട്ട് പോയി ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണെന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിലൊക്കെ എഴുതി വെക്കാറുണ്ട് പലരും. പക്ഷെ അതിനകത്തൊരു അപകടമുള്ളത്, ഒരു വാർത്ത വിശ്വാസ്യതയെ അറിയാതെ ഒറ്റയടിക്കും വിശ്വാസ്യതയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും ലോങ് ടേമിൽ അതിൽ ആ മാധ്യമത്തിനോടുള്ള വിശ്വാസ്യത കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉള്ള ഇൻഫർമേഷനൊക്കെ കൃത്യമായിട്ട് എവിടെ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻസൈഡ് സോഴ്സ് എന്ന വാർത്തയാണെങ്കിൽ ഇൻവോറാണെങ്കിൽ അത് അങ്ങനെ പറയാം. CPM-ന്റെയും CPI-യുടെ ഒക്കെ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ കേഡർ സ്വഭാവമുള്ള പാർട്ടികളുടെയൊക്കെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ അതിനുള്ള അവിടെ ഡെലിഗേറ്റ് സമ്മേളനത്തിലൊക്കെ നടന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ വാർത്തകളായിട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഒരു സോഴ്സിനെയും പറയാൻ മാർഗമില്ല, പറയാറുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അത്തരം വരുന്ന വാർത്തകളൊക്കെ ചലഞ്ച് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അതിന് വിശ്വാസ്യതയും കുറവാണ് ആ വാർത്തകൾക്ക്. അങ്ങനെ സംഭവിച്ചോ ഇല്ല, പക്ഷെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഇന്ന ആൾ പറഞ്ഞതാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിന് ആധികാരിക ദൂരാണ്. പലപ്പോഴും സാധിക്കണമെന്നില്ല, ആട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ആട്രിബ്യൂഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അത് പ്രൈമറി സോഴ്സ് ആയാലും സെക്കൻഡറി സോഴ്സ് ആയാലും. അങ്ങനെ പറയുന്ന വാർത്തകളിൽ നമുക്ക് കൃത്യമായൊരു ആധികാരികതയുണ്ട്. അവിടെ റിപ്പോർട്ടർ എന്താണ് എവിടെന്നെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുക്ക് ചെയ്ത വാർത്തയല്ല, അത് ജെന്യൂൻ ആയിട്ടുള്ള വാർത്തയാണെന്നുള്ളൊരു നമുക്ക് സ്ഥാപിക്കാനായിട്ട് ആട്രിബ്യൂഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. ഇനി ലീഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലീഡ് പല തരത്തിലുള്ള ലീഡുകളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് സമ്മറി ലീഡ്. അതായത് തുടക്കം തന്നെ 5W7-1H എന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, ആർക്ക് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ലീഡിൽ തന്നെ കൊടുക്കുന്ന ശൈലിയാണ് സമ്മറി ലീഡ് എന്നുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ലീഡ് കൊടുക്കാറുണ്ട്. നഗ്രാഫ് ശൈലിയിലൊക്കെ ചിലപ്പോൾ അത്തരത്തിൽ നമുക്ക് കാണാം. ഒരു എന്താണ് ആ സ്ഥലത്തെയോ അല്ലെങ്കിൽ ആ സംഭവത്തെയൊക്കെ വിവരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചറായിരിക്കും നൽകുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒക്കെ അവരെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള രീതിയിലായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് ആ വാർത്ത, പിന്നീട് അതിൻ്റെ നട്ഗ്രാഫിലായിരിക്കും എൻ്റെ വാർത്ത വരിക. തുടക്കം ഒരു ഡിസ്ക്രിപ്ഷനിലായിരിക്കും തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ് സ്റ്റോറികളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ലീഡ് കാണാം, ഫീച്ചർ സ്റ്റോറികളിൽ കാണാം, ഡിസ്ക്രിപ്റ്റീവ് ലീഡുകൾ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ലീഡ്, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വാർത്ത തുടങ്ങുന്നു അല്ലേ. അപ്പം അത് താരതമ്യേന കുറവാണ്. നമ്മുടെ പ്രാസംഗികരൊക്കെ
ഈ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രസംഗത്തിൽ. 1947 എന്ത് സംഭവിച്ചു എന്ന രീതിയിലുള്ള അവര് അവലംബിക്കുന്ന ഒരു ശൈലിയിൽ എന്താണ് വായനക്കാരനോട് നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. അപൂർവമായിട്ട് ചെയ്യുന്നൊരു ശൈലിയാണ്. ചില സോഷ്യൽ ഇഷ്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ വായനക്കാരനെ പ്രൊവോക്ക് ചെയ്യുന്നത്, വായനക്കാരനോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുന്ന രീതി.